ഇമാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണ് മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെ. അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്? ഇത് കുറച്ചുകൂടെ കൊള്ളാം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? സ്റ്റോറേജ് കുറവാണ്, സാറോട് നിർത്തോളാം. ശരിയാണ്, പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും മലേറിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് തൊഴിലാളികൾ ധാരാളമായി വരുന്നവർക്ക് നമ്മുടെ കേരളത്തിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. തീർച്ചയായും ഞങ്ങളുടെ പോലാണ്. രോഗബാധിതനായ ഒരാളെ കടിച്ച കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് അസുഖം പകരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും 3 ഘട്ടങ്ങളിലാണ് ലക്ഷണങ്ങൾ കാണുന്നത്. ആദ്യം വിറയലോട് കൂടിയ തണുപ്പ്, അതിനെ തുടർന്ന് കഠിനമായ പനി, മൂന്നാമതായി രോഗി വിയർക്കുകയും പനി ശമിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ തലവേദന, ശരീരവേദന, ഛർദി, വിശപ്പില്ലായ്മ ഇവയൊക്കെ കാണാനുള്ള സാധ്യതയുമുണ്ട്. ഈ 3 ഘട്ടങ്ങളും വീണ്ടും വീണ്ടും ദിവസേനയോ അല്ലെങ്കിൽ 2 ദിവസത്തിലോ ആയി സൈക്ലിക്കായി വന്നുകൊണ്ടിരുന്നാൽ മലേറിയ സംശയിക്കാം. பெரியோரே ரஹி, பெரியோரே ரஹ்மானே, பெரியோரே ரஹி. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. ഇതൊക്കെ എങ്ങനെ സ്ഥിരീകരിക്കും? രോഗിയുടെ യാത്രാചരിത്രം അറിയുന്നത് അത്യാവശ്യമാണ്. അദ്ദേഹം അടുത്തയിടെ എവിടെയൊക്കെ സന്ദർശിച്ചു എന്ന്, ഏതൊക്കെ സ്ഥലം പോയോ എന്നും അറിയിക്കേണ്ടത് പ്രധാനമാണ്. സാധാരണ രക്തപരിശോധനയിൽ കൂടിയാണ് മലേറിയ സ്ഥിരീകരിക്കുന്നത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കിറ്റ് ഉണ്ട്. ഇത് സൗജന്യമാണ്. അതിനുവേണ്ടി കൊതുക് വളരുന്നത് തടയുക, കൊതുക് നശീകരണം നടത്തുക, വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക, കൊതുക് വല ഉപയോഗിക്കുക.
പിന്നെ കൊതുക് അടിക്കാതിരിക്കാനുള്ള ഓയിൻമെന്റുകൾ ഉപയോഗിക്കുക. ചുമക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചൂരട്ടണം, ഞരമ്പ് വലിയ മുറികൾ പേശികളാകെ ഉരുണ്ടുകയറണം. ചങ്കിനകത്ത് താളമട്ടിക്കണ്ട്, തകിട മേളമട്ടിക്കണ്ട്. ചങ്കിനകത്ത് താളമട്ടിക്കണ്ട്, തകിട മേളമട്ടിക്കണ്ട്. ഞരമ്പ് വലിയ മുറികൾ പേശികളാകെ ഉരുണ്ടുകയറണം. ചങ്കിനകത്ത് താളമട്ടിക്കണ്ട്, തകിട മേളമട്ടിക്കണ്ട്. തുടി തുടിക്കണം. പെരുത്ത് കഷ്ടപ്പാട് വെള്ളപ്പാട്ട് കുറഞ്ഞു തുള്ളണം. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. എത്രയും നേരത്തെ കണ്ടെത്തി വേണ്ട ചികിത്സ ശ്രമം തെറ്റാതെ എത്രയും വേഗം നൽകിയാൽ രോഗവ്യാപനം തടയുവാൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ രോഗം തടയാൻ സാധിക്കും. നന്ദി.